Hello dear learners, welcome to EduFacts classes. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് ഇയറിൻ്റെ ഒരു പുതിയ പേപ്പറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. BPAG 174 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നാണ് ഈ ഒരു പേപ്പർ ടൈറ്റിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ആസ് യൂഷ്വൽ ഇഗ്നോ സിലബസ് പോലെ തന്നെ ഇതിന് ഈ ഒരു ടെക്സ്റ്റ് 4 blocks ആയിട്ടാണ് വരുന്നത്. ബ്ലോക്ക് 1 കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ബ്ലോക്ക് 2 ഡെവലപ്മെൻറ്റ്, സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, ബ്ലോക്ക് 3 ഹെൽത്ത്, education and food security, and the last block deals with the sustainable development, a way forward. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ഈ ഒരു കാര്യം വളരെ ഡീപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ടുമാണ് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് ഓഫ് കോഴ്സ് ഇറ്റ്സ് എൻ ഇൻട്രൊഡക്ഷൻ ബ്ലോക്ക്. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിക്കുന്നത് പോലെയുള്ള ഒരു യൂണിറ്റ് ആണ് അല്ലെങ്കിൽ യൂണിറ്റ്സ് ആണ് ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് 4 units. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദ ഫസ്റ്റ് യൂണിറ്റ് വിച്ച് മീൻസ് മീനിങ്, നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ആസ് ദ ടൈറ്റിൽ നിങ്ങൾക്ക് 3 കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ പഠിക്കാനുള്ളത്. മീനിങ്, നാച്ചർ, സ്കോപ്പ്, ദെൻ പ്രിൻസിപ്പിൾസ് ആൻഡ് ഫീച്ചേഴ്സ്. അങ്ങനെ വരുന്ന ടോപ്പിക്സ് ആണ് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, നമ്മൾ ഈ ഒരു പേപ്പറിൻ്റെ ടൈറ്റിൽ എന്താണ് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഇൻ മലയാളം അത് സുസ്ഥിര വികസനം എന്നൊക്കെ നമുക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാൻ കഴിയും. സുസ്ഥിര വികസനം അല്ലെ, സ്ഥിരമായിട്ടുള്ള അല്ലെങ്കിൽ സുസ്ഥിരമായിട്ടുള്ള ഒരു വികസനമാണ് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് എപ്പോഴും ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് വരുമ്പോൾ എപ്പോഴും അത് ഡിസ്കഷൻ ആൻഡ് ഡിബേറ്റായി മാറുന്ന ഒരു കാര്യമാണ്. കാരണം കൊണ്ടുവരുന്ന വികസനങ്ങൾ സുസ്ഥിരമാണോ, അതല്ലെങ്കിൽ അതിന് എത്രത്തോളം എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം എൻവയോൺമെൻറ്റൽ കോൺസിക്വൻസ് അവിടെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു പഠനം ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഒറിജിനിലേക്ക് വരികയാണെങ്കിൽ, ഇതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് വരികയാണെങ്കിൽ ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പീരീഡ് എന്ന് പറയാം. അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പീരീഡ് മുതലേ എന്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പീരീഡ് മുതലേ എന്ന് പറയാൻ കാരണം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സംഭവിച്ചപ്പോൾ എന്താണ് ഒരു റാപ്പിഡ് ഗ്രോത്ത് ഇൻ ദ കേസ് ഓഫ് ഇൻഡസ്ട്രീസിൽ നടക്കുകയാണ് അല്ലേ. ദെൻ ഇറ്റ് ലീഡ് ടു എൻവയോൺമെന്റൽ ഇഷ്യൂസ് വിച്ച് മീൻസ് എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ, നോട്ട് ഓൺലി ഇൻ ദ കേസ് ഓഫ് എൻവയോൺമെന്റ് ബട്ട് ഓൾസോ സോഷ്യൽ ഇനീക്വാലിറ്റീസും ആ ഒരു ടൈമിൽ ഉണ്ടായി എന്നുള്ളതാണ്. ആൻഡ് ഒരു ലേറ്റ് 19th century ആയപ്പോഴാണ് ഒരു എക്കണോമിക് ഗ്രോത്ത് മാത്രം പോരാ, നമ്മുടെ എൻവയോൺമെൻറ്റിനൊക്കെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, അതൊക്കെ നമ്മളെ ബാധിക്കുന്ന ഒന്നാണ് എന്നുള്ളൊരു അവയർനെസ് ഗ്ലോബലി ഉണ്ടാവാൻ തുടങ്ങിയത്. ആൻഡ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് എന്ന് പറയുന്ന ഗ്ലോബൽ ഇഷ്യൂസ് ആണ് എന്നുള്ള തിരിച്ചറിവ്. ഓക്കെ, ദെൻ അതിൻ്റെ ഭാഗമായിട്ട് 1972 യുണൈറ്റഡ് നാഷൻ കോൺഫറൻസ് സ്റ്റോക്ക്ഹോമിൽ വെച്ച് നടത്തുന്നത്, സ്റ്റോക്ക്ഹോം കോൺഫറൻസ് എന്നൊക്കെ പറയും. ആൻഡ് ദിസ് ഇസ് ദ ഫസ്റ്റ് മേജർ കോൺഫറൻസ് ഓൺ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ആൻഡ് കോൺസിക്വൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഇറ്റ് ഡ്രോ ദ ഗ്ലോബൽ അറ്റൻഷൻ ടു ദ എൻവയോൺമെൻറ്റൽ കോൺസിക്വൻസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്. ആക്ച്വലി എക്കണോമിക് ഗ്രോത്തിൻ്റെ പിന്നാലെ പോയിരുന്ന ആ ഒരു സമൂഹത്തിലേക്ക് എന്ത് ചെയ്യാണ്, ഈ എക്കണോമിക് ഗ്രോത്ത് കൊണ്ടുണ്ടായ ഒരു റാപ്പിഡ് ഗ്രോത്തിന് വേണ്ടിയിട്ട് അത്രയും നേച്ചറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പീരീഡിൽ. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു കോൺസിക്വൻസിനെ കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ അത് ഒരുപാട് ഹെൽപ്ഫുള്ളായി, അല്ലെങ്കിൽ അതിലേക്കൊരു അറ്റൻഷൻ കൊണ്ടുവരാനും അത് ഒരുപാട് ഹെൽപ്ഫുള്ളായി എന്നുള്ളതാണ്. ആൻഡ് ഇനി ഇതിൻ്റെ ഒരു മീനിങ്ങിലേക്ക് കടക്കുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇറ്റ്സ് പാർട്ട് ഓഫ് എ ഗ്രോത്ത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു സോഷ്യൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്താവരുത്, എൻവയോൺമെൻറ്റൽ കോൺസിക്വൻസ് ഉണ്ടാക്കാത്ത അല്ലെങ്കിൽ അത് വളരെ കുറച്ച് കൊണ്ടുവരുന്ന രീതിയിലായിരിക്കണം തന്നെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് വരുന്ന ആ ഒരു രീതിയിലാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഒക്കെ പോകുന്നത്. ഓക്കെ, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആൻഡ് ഈ ഒരു വേർഡ് അല്ലെങ്കിൽ ഈ ഒരു ടേം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് ആക്ച്വലി കോയിൻ ചെയ്തത് ലേഡി ജാക്സൺ എന്നറിയപ്പെടുന്ന ബാർബറ വാർഡൻ. അപ്പോൾ ഇദ്ദേഹം ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷി വാസ് എ ഫൗണ്ടർ ഓഫ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്. 1970s ഏർലി 1970s ആ ഒരു ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻവയോൺമെൻറ്റൽ ഡെവലപ്മെൻറ്റ് കൂടുതലായിട്ടും ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്. ആൻഡ്
ആക്ച്വലി ഈ ഒരു ബാർബറ വാർഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുകൊണ്ട് മീൻ ചെയ്ത് കംപ്ലീറ്റ്ലി ഒരു ഹ്യൂമൻ സെൻട്രിക് ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ വെൽബീയിങ് റിലേറ്റഡ് ആയിട്ടാണ് എന്ന് പറയാം. കാരണം പ്രകൃതിയിൽ ഉണ്ടാവുന്ന എന്തൊരു മാറ്റം എന്താണ് നമ്മുടെ മനുഷ്യന്മാരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിലാണ്. ആ ഒരു രീതിയിലാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ അന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് എന്ന് പറയാം. കാരണം നമ്മുടെ നിലനിൽപ്പിനെ അത് ബാധിക്കും അല്ലേ. ഒരു എൻവയോൺമെന്റൽ സോഷ്യൽ ഇംബാലൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ എക്കണോമിക്കിനെയും സോഷ്യൽ സ്റ്റെബിലിറ്റിയും ഒക്കെ ത്രെട്ടൺ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വേണം എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് പറയാം. പക്ഷെ എങ്കിലും ഇത് കൂടുതലായിട്ടും ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്യുകയും അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആവശ്യമാണ് എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ ബ്രണ്ട്ലൻഡ് കമ്മീഷൻ ആണ് എന്ന് പറയാം. 1987 ബ്രണ്ട്ലൻഡ് കമ്മീഷൻ എന്ത് ചെയ്യാണ്, അവർ കോമൺ ഫ്യൂച്ചർ എന്നുള്ള ബ്രണ്ട്ലൻഡ് കമ്മീഷൻ ആക്ച്വലി ഇത് വരുന്നത് വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതിൻ്റെ അണ്ടറിലാണ്. ഓക്കെ, ബ്രണ്ട്ലൻഡ് കമ്മീഷൻ എന്ന് പേര് വരാൻ കാരണം അതിൻ്റെ ഹെഡായിട്ടുണ്ടായിരുന്നത് ആരാണ്, ഗ്രോഹാൻ ബ്രണ്ട്ലൻഡ് എന്ന നോർവേ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ആളായിരുന്നു. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതിലാണ് ബ്രണ്ട്ലൻഡ് കമ്മീഷൻ, അതിൻ്റെ ഈ ഒരു ബ്രണ്ട്ലൻഡ് കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ബ്രണ്ട്ലൻഡ് റിപ്പോർട്ട് എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു. ഓക്കെ, അപ്പോൾ കോമൺ ഫ്യൂച്ചർ എന്നുള്ള ഒരു ഇത് പബ്ലിഷ് ചെയ്യാണ് WCD. അതിലാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് ദിസ് റിപ്പോർട്ട് പ്രൊവൈഡഡ് ക്ലിയർ ഡെഫിനിഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ലൈക്ക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഡെവലപ്മെൻറ്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ് ഓഫ് പ്രസൻറ്റ് without compromising the ability of future generation to meet their own needs എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ, അതല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ടിലുള്ള ഡെഫിനിഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു അക്കോർഡിംഗ് ടു ദിസ് ബ്രണ്ട്ലൻഡ് റിപ്പോർട്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ഈ ഒരു ഐഡിയ ആക്ച്വലി ഇസ് കണക്റ്റഡ് ടു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്ന് പറയാം. ആൻഡ് ഇറ്റ് മീൻസ് എ പ്രോസസ് ഓഫ് ചേഞ്ച് ഇൻ മാനർ, അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസിലുള്ള ഒരു ചേഞ്ച് ആൻഡ് മൊത്തം ഒരു എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെൻറ്റൽ എക്സ്പ്ലോയിറ്റേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കരുതലാണ് അവിടെ വരുന്നത് അല്ലേ. എൻവയോൺമെൻറ്റിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ മൈൻഡാണ് അവിടെ വരുന്നത്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയുന്നത് ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ആവശ്യങ്ങൾക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി, ആൻഡ് അതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ആണ് എന്താണ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ അത് ഓക്കെ അത് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നുള്ള രീതിയിലാണ്. വിച്ച് മീൻസ് ദ കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് റിജക്ട് ദ ട്രഡീഷണൽ വ്യൂ ദാറ്റ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇസ് നെസസിറ്റി ബട്ട് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഈസ് ലക്ഷറി. അങ്ങനെയുള്ള രീതിയിലാണ്. കാരണം എക്കണോമിക് ഡെവലപ്മെൻറ്റ് കൊണ്ടാണ് നമുക്ക് ഗുണമുള്ളൂ, അതാണ് ആ ഒരു ട്രഡീഷണൽ വ്യൂ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഉണ്ടായതും എന്ന് നമുക്ക് പറയാമല്ലേ. കാരണം എന്താണ്, എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ പിന്നാലെ പോയി. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്നുള്ള എന്താണ്, എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഇൻ ദ കേസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇഫ് ഇറ്റ് ഇസ് സാറ്റിസ്ഫൈഡ് ദെൻ വി ക്യാൻ ടേക്ക് എ ലുക്ക് ഓൺ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്നുള്ള ഒരു ചിന്താഗതി ആയിരുന്നു എന്ന് പറയാം. കാരണം ഇപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ബേസിക് നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കാം, അതൊക്കെ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു ട്രഡീഷണൽ വ്യൂ എന്ന് പറയാം. ആൻഡ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്നുള്ള മെയിൻ തീമിലാണ് ശരിക്കും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വരുന്നത്. നോട്ട് ഓൺലി ഇൻ ദ കേസ് ഓഫ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, പക്ഷേ ഈ ഒരു കറൻറ്റ് ജനറേഷൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതോടുകൂടി നമുക്ക് അവിടെ ഒരു കൺസിഡറേഷൻ എന്ത് വേണം, ഫ്യൂച്ചർ ജനറേഷന് വേണം. നമ്മൾ ഒരു ചിന്താഗതി ഉണ്ട്, എന്താണ്, എല്ലാ എൻവയോൺമെന്റൽ റിസോഴ്സും എന്ന് പറയുന്നത് എപ്പോഴും റീപ്ലേസബിൾ ആണ്, അല്ലെങ്കിൽ എത്ര എടുത്താലും തീർന്നു പോകാത്ത. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ശരിക്കും ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ഒരു വ്യൂവിൽ നിന്നൊരു ഷിഫ്റ്റ് ശരിക്കും ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ട്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊണ്ട് എത്താനായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഒരുപാട് കോൺഫറൻസസ് ഒക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്.
actually sustainable development, it recognizes the need to link environmental protection with the social and economic growth എന്നുള്ള. അപ്പോൾ അതിൽ നിന്ന് തന്നെ എന്താണ് സോഷ്യൽ, എക്കണോമിക്, എൻവയോൺമെൻറ്റ് എന്നുള്ള 3 കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവില്ലേ. അതൊക്കെ നമ്മൾ നെക്സ്റ്റ് ഇതിൽ മേജർ കമ്പണൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ, 2nd യൂണിറ്റിൽ. ഓക്കെ. ആൻഡ് അപ്പം ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് എന്താണ് റിസോഴ്സ് കൺസർവേഷൻ, അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലക്ഷറിയസ് അല്ല. ഇതൊക്കെ എന്താണ് എസെൻഷ്യൽ ആണ്. എന്തിനു വേണ്ടിയിട്ട്? പ്രൊട്ടക്ട് ലൈഫ് സപ്പോർട്ടിങ് നാച്ചുറൽ സിസ്റ്റം. എങ്കിലാണ് നമ്മുടെ ആ ഒരു ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഇമ്പ്രൂവ് ചെയ്യുള്ളൂ, നമ്മുടെ ലിവിങ്ങിന് തന്നെ ഒരു സസ്റ്റൈനബിലിറ്റി അവിടെ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് പിന്നീട് പോളിസി മേക്കേഴ്സൊക്കെ കൂടുതലായിട്ടും ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുമ്പോൾ അതിലുള്ള ആ ഒരു സസ്റ്റൈനബിലിറ്റിയും അതുപോലെ തന്നെ എൻവയോൺമെന്റൽ സൈഡും കൂടെ കുറച്ചും കൂടെ നോക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ആൻഡ് എപ്പോഴും അവർ പ്രയോറിറ്റി കൊടുക്കുന്ന എന്താണ്, ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി കാപ്പബിൾ ഓഫ് മീറ്റിംഗ് നോട്ട് ഓൺലി ദ കറന്റ് നീഡ്സ് ഓഫ് ദിസ് ജനറേഷൻ ബട്ട് ഓൾസോ ഫോർ ഫ്യൂച്ചർ ജനറേഷൻ എന്നുള്ളതാണ്. ആ ഒരു ഫ്യൂച്ചർ ജനറേഷൻ്റെയും ഇപ്പം നമ്മുടെ ആവശ്യം മാത്രം ഒരു കഴിഞ്ഞാൽ പോരാ, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം ഹാപ്പിനെസ് മാത്രം പോരാ എന്നുള്ളതിലൊരു ലോങ് ടേം ഇതിലേക്ക് കൺസിഡർ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പോളിസി മേക്കേഴ്സ് ആയാലും ഏതൊരു ഡെവലപ്മെൻറ്റും പ്ലാൻ ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഫസ്റ്റ് ടോപ്പിക്, meaning of sustainable development. And next we are going to discuss second topic, nature of sustainable development. അഡോപ്റ്റിംഗ് ദി പ്രിൻസിപ്പിൾ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് എന്താണ്, ഒരു തിങ്കിങ് പാറ്റേണിൽ തന്നെ ഒരു ചേഞ്ച് ആവശ്യമാണ് അല്ലേ. കാരണം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് ഫുൾ എക്കണോമിക് ഗ്രോത്തിനെ ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരുന്നു, അതിനെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ നിന്നൊരു ചേഞ്ച് ആവശ്യമാണ് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ അഡോപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഏതൊരു ഡെസിഷൻ മേക്കിംഗ് ആയാലും എന്തായിരിക്കണം, അതിൻ്റെ ആ ഒരു റിസോഴ്സ് ഡിപ്ലീഷൻ്റെയും അതുപോലെ തന്നെ പൊല്യൂഷൻ്റെയും അതിനെക്കുറിച്ചിട്ടുള്ള അവെയർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏതൊരു തീരുമാനം ഇറ്റ് മസ്റ്റ് റിഫ്ലക്റ്റ് ട്രൂ കോസ്റ്റ് ഓഫ് റിസോഴ്സ് ഡിപ്ലീഷൻ ആൻഡ് പൊല്യൂഷൻ. കാരണം നെക്സ്റ്റ് ജനറേഷനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്താണ് എന്തെങ്കിലും റിസോഴ്സ് ഡിപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അത് കാരണം ഒരു പൊല്യൂഷൻ അവിടെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ എന്താണ്, കറന്റ് ജനറേഷനെ പോലെ തന്നെ അത് ഫ്യൂച്ചർ ജനറേഷനെയും അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു ആലോചന വേണം എന്നുള്ളതാണ്. ആൻഡ് അത് മാത്രമല്ല, ഇപ്പോൾ എല്ലാ രീതിയിലും ഇപ്പോൾ ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സസ്റ്റൈനബിലിറ്റി എന്തിന് മാത്രം പോരാ, എൻവയോൺമെൻറ്റ് മാത്രം പോരാ, അറ്റ് ദ സെയിം ടൈം എന്ത് വേണം, നമ്മൾ എക്കണോമിക്കിനെയും കൺസിഡർ ചെയ്യണം. അപ്പോൾ എക്കണോമിക് എൻവയോൺമെൻറ്റൽ സിസ്റ്റത്തിൻ്റെ ആ ഒരു ലെവലിനെ ഈക്വലി കൺസിഡർ ചെയ്യുന്ന പോലെ ആയിരിക്കണം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഐഡിയാസ് എന്ന് പറയുന്നത്. അല്ലാതെ ഒന്ന് മാത്രം ഇപ്പോൾ എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ മാത്രം എയിം ചെയ്യുമ്പോൾ എന്താണ്, അവിടെ ചിലപ്പോൾ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ കൺസിഡർ ചെയ്യാൻ കഴിഞ്ഞോളണം എന്നില്ല അല്ലേ. അപ്പോൾ ഈക്വലി ഒരു കൺസിഡറേഷൻ അവിടെ കിട്ടണം എന്നുള്ളതാണ്. ആൻഡ് അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചില ടൈമിൽ എന്താണ് ഡീഫോറസ്റ്റേഷൻ എന്നുള്ളത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. കാരണം പോപ്പുലേഷൻ ഗ്രോത്ത് കൂടുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് അഗ്രികൾച്ചറൽ ഏരിയാസ് ഇൻക്രീസ് ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ എന്തുണ്ടാവും, പോവേർട്ടി ഉണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അതല്ലാതെ ഇപ്പോൾ ഡീഫോറസ്റ്റേഷൻ എന്നുള്ളത് വലിയൊരു എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ്, അത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടാകുമ്പോൾ അവിടെ എന്താണ്, അതിലും വലിയ എക്കണോമിക് ആയിട്ടുള്ള ഇമ്പാക്റ്റ് അല്ലെങ്കിൽ കോൺസിക്വൻസ് അവിടെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈക്വലി കൺസിഡറേഷൻ കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഡീഫോറസ്റ്റേഷൻ എന്നുള്ള ബ്രസീൽ പോലെയുള്ള, കാരണം ഇവിടെയൊക്കെ എന്താണ് ഒരുപാട് പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഏരിയാസ് വേണം അല്ലേ. ഇപ്പോൾ ലിവിങ് സ്പേസസ് വേണം, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഏരിയാസ് വേണം, ആൻഡ് ഒരു GNPയിൽ ഡെവലപ്മെൻറ്റ് വേണം. അപ്പോൾ അതിനൊക്കെ ഡീഫോറസ്റ്റേഷൻ എന്താണ് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഗ്രോയിങ് പ്രോബ്ലംസിനായിട്ട് കോപ്പപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ചില വിട്ടുവീഴ്ചകളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും,
ലൈക്ക് നമ്മൾ ചില വിട്ടുവീഴ്ചകളൊക്കെ കൊണ്ടുവരേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മുടെ ലിവ്ലിഹുഡ് എന്ന് പറയുന്നത് എന്താണ്, വരുമാന മാർഗം അല്ലെ. വരുമാന മാർഗത്തിലൊക്കെ നമ്മൾ ആ ഒരു ഫോക്കസോട് കൂടി ഇതാവുമ്പോഴാണ് നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ. കാരണം കംപ്ലീറ്റ്ലി നമ്മൾ എൻവയോൺമെന്റൽ റിലേറ്റഡ് ആയിട്ട് മാത്രം നോക്കുമ്പോൾ എക്കണോമിക് സൈഡ് ഡള്ളാവും അല്ലേ. അപ്പോൾ എന്താണ്, നമ്മുടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഒരു സ്റ്റാൻഡേർഡ് ലിവിങ് കണ്ടീഷൻ അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം എന്ത് വേണം, നമ്മുടെ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് വേണം. അതുപോലെ തന്നെ എല്ലാ രീതിയിലും ഉള്ള ഒരു എന്താണ് ഒരു കൺസിഡറേഷൻ അവിടെ വേണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അതുകൊണ്ട് തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ വേൾഡ് കമ്മീഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് എന്താണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുമ്പോൾ എന്തായാലും എയറിൻ്റെ ക്വാളിറ്റീനെയും വാട്ടറിൻ്റെ ക്വാളിറ്റീനെയും ഒക്കെ അത് ബാധിക്കും. പക്ഷെ അതെന്തായിരിക്കണം, മിനിമൈസ് ചെയ്യണം എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ട് വേൾഡ് കമ്മീഷൻ മീൻ ചെയ്യുന്നത്. കാരണം ആ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഓവറോൾ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ്, വാട്ടർ പൊല്യൂഷൻ ആവട്ടെ, എയർ പൊല്യൂഷൻ ആവട്ടെ, മറ്റുള്ള നാച്ചുറൽ എലമെൻസിൻ്റെ ഡിപ്ലീഷൻ ആവട്ടെ, ഇതൊക്കെ മിനിമൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോഴാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള സക്സസ് ആവുള്ളൂ. എന്നാൽ ഇത് പെട്ടെന്ന് നമുക്ക് ഇത് ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നത് സസ്റ്റൈനബിൾ ആണോ എന്ന് ജഡ്ജ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, പെട്ടെന്ന് കഴിയുന്ന ഒരു കാര്യമല്ല. ദാറ്റ്സ് നോട്ട് ഈസി ടു ജഡ്ജ് അല്ലേ. കാരണം അതിൻ്റെ ഒരു സക്സസ് റേറ്റ് ജഡ്ജ് ചെയ്യുക എന്ന് പറയുന്നത് ടൈം ടേക്കൺ പ്രോസസ് ആണ്. കാരണം അതിൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു എക്കോസിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എല്ലാത്തിനെയും മനസ്സിലാക്കിയിട്ട് വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിട്ടുള്ള ഏതൊരു ഇതും ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുമ്പോൾ എക്കോസിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു എക്കോളജിക്കൽ പ്രോസസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണ് അതായത് ആ ഒരു ബയോസ്ഫിയറിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷനിങ് സാധ്യമാകുന്ന രീതിയിലാണ്. അപ്പോഴാണ് എക്കോസിസ്റ്റം പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ നിലനിൽക്കുള്ളൂ. നമ്മൾ എക്കോസിസ്റ്റം എന്താണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. കാരണം നമ്മൾ ഫസ്റ്റ് ഇയറിൽ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്നുള്ള പേപ്പറിൽ ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ആ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഒരു സസ്റ്റൈനബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ആ ഒരു ബയോസ്ഫിയർ ഒരു പ്രോപ്പർ ഫങ്ഷനിങ് സാധ്യമാണ്. അത് മാത്രമല്ല ഇപ്പോൾ എല്ലാ ഫ്യൂന ആൻഡ് ഫ്ലോറ എന്ന് പറയുമ്പോൾ എല്ലാ സസ്യജന്തുജാലങ്ങളുടെയും ഒരു സർവൈവലിനെ കൺസിഡർ ചെയ്യണം. അതിനെ പ്രൊമോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിനെ കൺസിഡർ ചെയ്യണം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്നതാവണം. ആൻഡ് ഇനിയിപ്പോൾ ഏതെങ്കിലും ലിവിങ് നാച്ചുറൽ റിസോഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലിവിങ് നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ് പ്ലാന്റ്സ്, ട്രീസ് അല്ലേ. അപ്പോൾ ഇതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ അത് മിനിമൽ ലെവലിലായിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് ഒരു സിവിയർ ആയിട്ടുള്ള എൻവയോൺമെന്റൽ പൊല്യൂഷനും ഹാമും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ് കറണ്ട് ജനറേഷനെയും ഫ്യൂച്ചർ ജനറേഷനും ഒക്കെ കൺസിഡർ ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ അവിടെ ആ ഒരു സിവിയർ ആയിട്ടുള്ള എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഹാം പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് അത് മാത്രമല്ല ഇപ്പോൾ മിതമായിട്ടുള്ള പരിസ്ഥിതി മാനദണ്ഡങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതല്ലെങ്കിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ അഡിക്വേറ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ സ്റ്റാൻഡേർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കണം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സസ്റ്റൈനബിലിറ്റി ആസ്പെക്ട്സ് റിക്വയേഴ്സ് ദാറ്റ് എൻവയോൺമെന്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, അതിൽ വി ഓൾമോസ്റ്റ് ഡിസ്കസ്ഡ് 5 points. ആൻഡ് ദ 6th എന്ന് പറയുമ്പോൾ അതായത് ഇപ്പോൾ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുമ്പോൾ അല്ലേ, അപ്പോൾ അതിൽ മേജർ ലോസ്, പോളിസീസ്, അതുപോലെ തന്നെ പ്രൊജക്ട്സ്, ടെക്നോളജീസ് ഇതെല്ലാം ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ 7th point എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഇപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ് നോട്ട് സസ്റ്റൈനബിൾ ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഹാംഫുൾ സൈഡ് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ലൈക്ക് എന്തെങ്കിലും രീതിയിൽ പൊല്യൂഷനോ അതല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റാൻസസ് റിലീസോ ഇതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ അതെന്ത് ചെയ്യരുത്, ഹൈഡ് ചെയ്ത് വെക്കരുത്, പബ്ലിക്കിനെ അറിയിക്കണം. അതിലുള്ള ആ ഒരു ട്രാൻസ്പെറൻസി, കാരണം അതവരെ കൂടി ബാധിക്കുന്ന കാര്യമാണ്. അത് എങ്ങനെ ആയിരിക്കണം, വിത്തൗട്ട് ഡിലേ ആയിരിക്കണം എന്ത് ചെയ്യണം, അവരെ നമ്മൾ അറിയിക്കണം. മേക്കിംഗ് റെലവൻറ്റ് ഇൻഫർമേഷൻ
public without delay in all cases of harmful ആ ഒരു ഹാംഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പൊട്ടൻഷ്യലി ഹാംഫുൾ ആയിട്ടുള്ള റിലീസിനെ കുറിച്ച് പൊല്യൂട്ടൻസ് അതുപോലെ റേഡിയോ ആക്റ്റീവ് റിലീസസിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ഇൻഫോർമേഷൻ പെട്ടെന്ന് തന്നെ പാസ് ചെയ്യണം എന്നുള്ളതാണ്. ആൻഡ് ഇതൊക്കെ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുമ്പോൾ എൻവയോൺമെൻറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആൻഡ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ബ്രണ്ട്ലാൻഡ് റിപ്പോർട്ടിലാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള കാര്യം കൊണ്ടുവന്നല്ലേ. എങ്കിലും എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ബേസ് ചെയ്തിട്ട് ഒരുപാട് യുണൈറ്റഡ് നാഷൻ കോൺഫറൻസ് നടന്നിട്ടുണ്ട്. ദെൻ അതിലൊന്നാണ് എർത്ത് സുമ്മിത്ത് അല്ലെങ്കിൽ റിയോ ഡി ജനാരിയോയിൽ നടന്നിട്ടുള്ള കോൺഫറൻസ്, റിയോ സുമ്മിത്ത് എന്നൊക്കെ 1992 നടന്നിട്ടുള്ള ആ ഒരു സുമ്മിത്തിൽ. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് കൂടുതലും പഠിക്കുകയും അതുപോലെ അതിനെ വീണ്ടും അനലൈസ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ടിൽ പറയുന്നത്, ബ്രണ്ട്ലാൻഡ് റിപ്പോർട്ടിൽ സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളതിൻ്റെ ആ ഒരു ഡെഫിനിഷനിൽ ഒരു കുറവുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ അത് ഒരു ഡീറ്റെയിലിംഗ് അല്ല, അല്ലെങ്കിൽ ആ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ക്ലിയർ അല്ല. എന്താണ് ആ ഒരു ക്ലിയർ എന്നുള്ള ആ ഒരു എലമെൻറ്റ് അവിടെ ലാക്കാണ് എന്നാണ് പറയുന്നത്. ആൻഡ് വേൾഡ് ബാങ്ക് എൻവയോൺമെൻറ്റൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യാണ്, ദേ ഹാസ് ഫോർമുലേറ്റഡ് എ ന്യൂ ഡെഫിനിഷൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 2 പാർട്ടുണ്ട്, ഔട്ട്പുട്ട് ഗൈഡും ഉണ്ട് ഇൻപുട്ട് ഗൈഡും ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ഔട്ട്പുട്ട് ഗൈഡ് എന്ന് പറഞ്ഞാൽ, അപ്പം നമ്മളൊരു ഡെവലപ്മെൻറ്റ് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഡെവലപ്മെൻറ്റ് ആണ്. ദെൻ അതിൻ്റെ സൈഡായിട്ട് വരുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഒരു വേസ്റ്റ് എമിഷൻ അല്ലേ. അപ്പോൾ ആ ഒരു വേസ്റ്റ് എമിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, അത് ഒരു വിതൗട്ട് ഡിഗ്രഡേഷനിൽ ആ ഒരു ലോക്കൽ എൻവയോൺമെൻറ്റിൽ തന്നെ അതിനെ മെയിൻറ്റെയിൻ അല്ലെങ്കിൽ അതിനെ എന്താണ് ഇപ്പോൾ പറയുക, ആ ഒരു വേസ്റ്റിനെ അസിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അസിമുലേറ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ലോക്കൽ എൻവയോൺമെൻറ്റിലായിരിക്കണം വിതൗട്ട് ഡിഗ്രേഡിങ് എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് ഔട്ട്പുട്ട് ഗൈഡ് വരുന്നത്. ആൻഡ് ഇൻപുട്ട് ഗൈഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് അതിൽ വരുന്നത് എന്താണ്, റിസോഴ്സസ് ആണ് അല്ലേ. ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ട ഇൻപുട്ട് എന്താണ്, റിസോഴ്സസ് ആണ്. അപ്പോൾ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് വേണം, അതുപോലെ നാച്ചുറൽ റീജനറേറ്റീവ് കപ്പാസിറ്റി കൂട്ടണം ആ ഒരു സെയിം റിസോഴ്സസിൻ്റെ. ഇനി അതല്ല നോൺ റിന്യൂവബിൾ റിസോഴ്സസിനെയാണ് ഡിപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള റിന്യൂവബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് അവിടെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മൾ ഒരു കറൻറ്റ് ജനറേഷൻ്റെ ഇത് മാത്രം നോക്കിയാൽ പോരാ, എപ്പോഴും എന്ത് വേണം, ഒരു ഫ്യൂച്ചർ ജനറേഷൻ്റെ നീഡ് അവിടെ കൺസേർവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ ഒരു ഔട്ട്പുട്ട് ഗൈഡിലും ഇൻപുട്ട് ഗൈഡിലും കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അത്രയാണ് നാച്ചുറിനെ കുറിച്ച് പറയാനുള്ളൂ. ആൻഡ് സ്കോപ്പ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ സ്കോപ്പ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണ്, എക്കോളജിക്കൽ ഗോളാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൂടുതലായിട്ട്. കാരണം അത് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, വിത്ത് നീഡ്സ് ഓഫ് ടുഡേ വിതൗട്ട് കോംപ്രമൈസിങ് നീഡ്സ് ഓഫ് ടുമാറോ എന്നുള്ളതാണ്. ടുമാറോ മീൻസ് കമ്മിങ് ജനറേഷൻ ആൻഡ് ടുഡേ മീൻസ് ദ പ്രസൻറ്റ് ജനറേഷൻ, കറൻറ്റ് ജനറേഷൻ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു എയിമാണ് ഇതിൽ അല്ലെങ്കിൽ ഈ ഒരു ഗോളാണ് ഇതിലുള്ളത് എന്ന് പറയാം. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, റൈറ്റ് എക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ബൗണ്ടറീസിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഹെൽത്ത് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിലേക്ക് ഫിറ്റ് ആവുന്നത് പോലെയുള്ള ഒരു ഡെവലപ്മെൻറ്റ്, നോട്ട് ഓൺലി ഫോർ ദ കറൻറ്റ് ജനറേഷൻ ബട്ട് ഓൾസോ ദർ ഷുഡ് കൺസിഡർ ഫോർ ഫ്യൂച്ചർ ജനറേഷൻ എന്നുള്ളതാണ്. അപ്പോൾ അപ്പോഴാണ് ആ ഒരു ഡെവലപ്മെൻറ്റ് എന്താവുള്ളൂ, ഹെൽത്തി ആവുള്ളൂ അല്ലേ, സസ്റ്റൈനബിൾ ആവുള്ളൂ എന്നുള്ളതാണ്. ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഡീൽ ദ ഏരിയാസ് ലൈക്ക് സോഷ്യൽ, എക്കണോമിക്, എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡയമെൻഷൻസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു സോഷ്യൽ ഡയമെൻഷൻ, എക്കണോമിക് ഡയമെൻഷൻ, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഡയമെൻഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയമെൻഷൻ എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതാണ് ഈ ഒരു ടോപ്പിക്കിൽ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ളത് വരുന്നത്.
സോഷ്യൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ് എൻഷുറിങ് എ സ്ട്രോങ് ഹെൽത്തി ആൻഡ് ജസ്റ്റ് സൊസൈറ്റി എന്നുള്ളതാണ്. അതായത് സീറോ ഹങ്കർ ആയിട്ടുള്ള, ഗുഡ് ഹെൽത്ത് ആയിട്ടുള്ള, ഗുഡ് വെൽബീയിങ് ഉള്ള, ക്വാളിറ്റി എഡ്യൂക്കേഷനുള്ള, ദെൻ പോപ്പുലേഷൻ കൺട്രോളുള്ള, ദെൻ ജെൻഡർ ഇക്വാലിറ്റി ഉള്ള ഒരു നല്ല ഒരു സൊസൈറ്റിയെ വളർത്തിയെടുക്കാൻ കഴിയുക എന്നുള്ള. ഇനി എക്കണോമിക് ഡയമെൻഷൻ നോക്കുകയാണെങ്കിലോ, എക്കണോമിക് അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ആവശ്യമാണ് അല്ലേ. കാരണം ദാരിദ്ര്യമില്ലായ്മ വേണമെങ്കിൽ അല്ലേ, നോ പോവേർട്ടി, അതിന് എന്ത് വേണം, എക്കണോമിക്കലി ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള എക്കണോമി വേണം അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ എക്കണോമി വേണം, അതിനൊരു സസ്റ്റൈനബിൾ ലീവ്ലിഹുഡ് വേണം. അപ്പോൾ അതിന് എന്ത് വേണം, നല്ല നല്ല എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വേണം, പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ അല്ലേ, ഡീസൻ്റ് ആയിട്ടുള്ള വർക്കും അതിനനുസരിച്ചിട്ടുള്ള എക്കണോമിക് ഗ്രോത്തും, ദെൻ അതുപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സിനെ നല്ലതായിട്ട് മാനേജ് ചെയ്യാനും, ദെൻ ഓരോ പ്രൊഡക്ട്സിൻ്റെ കൺസപ്ഷൻ ആയാലും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ആയാലും അതിനൊക്കെ ഒരു റെസ്പോൺസിബിൾ, അതായത് ഹാംഫുൾ അല്ലാത്ത ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ പ്രൊഡക്ഷനും കൺസപ്ഷനും. അപ്പോൾ ഇതൊക്കെ എക്കണോമിക് ഡയമെൻഷനിലാണ് വരുന്നത്. ആൻഡ് എൻവയോൺമെൻറ്റൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആ ഒരു എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ കുറയ്ക്കുക അല്ലെങ്കിൽ ഒരു എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ്റെ ആ ഒരു ഇത് കൂട്ടുക എന്നുള്ളത്. അപ്പോൾ അതിൽ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ഉൽപ്പാദനം കൂട്ടുക, അതല്ലെങ്കിൽ ഇപ്പോൾ ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ഫെസിലിറ്റീസ്, എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ക്ലീൻ എനർജി എൻഷുർ ചെയ്യുക, ദെൻ ഇൻഡസ്ട്രീസിൽ നിന്നുള്ള അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ വഴി വിച്ച് മീൻസ് വെഹിക്കിളിൽ നിന്നുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ റിലീസ് മിനിമൈസ് ചെയ്യുക. ഇതൊക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ സൈഡാണ്. അതുപോലെ തന്നെ റിന്യൂവബിൾ റിസോഴ്സസിൻ്റെ യൂസ്, ഇപ്പോൾ നോൺ റിന്യൂവബിൾ റിസോഴ്സസിൻ്റെ യൂസ് അവിടെ ലിമിറ്റ് ചെയ്തിട്ട് അതിന് പകരം എന്ത് ചെയ്യുക, എൻകറേജ് ദ യൂസ് ഓഫ് renewable resources such as solar, wind and water energies. അപ്പോൾ അതൊക്കെ അവിടെ ഒരു പരിധി വരെ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ സേവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അല്ലേ. ദെൻ അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ക്ലൈമറ്റ് ആക്ഷൻ, ദെൻ നാച്ചുറൽ റിസോഴ്സസിൻ്റെ പ്രിസർവേഷൻ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ്. അതുമാത്രമല്ല അതിലെന്ത് വരുന്നുണ്ട്, നാച്ചുറൽ ഹാബിറ്റാറ്റിൻ്റെ പ്രൊട്ടക്ഷനും ഒക്കെ വരുന്നുണ്ട്. ലൈഫ് ബിലോ വാട്ടർ ആൻഡ് ലൈഫ് ഓൺ ലാൻഡ്, ടെറസ്ട്രിയലും അക്വാട്ടിക്കും ആയിട്ടുള്ള നാച്ചുറൽ ഹാബിറ്റാറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അങ്ങനെ മൊത്തമായിട്ടും എൻവയോൺമെൻറ്റിൽ ഒരു വെൽബീയിങ് അല്ലേ, അതല്ലെങ്കിൽ ഒരു എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ എന്നാണ് ശരിക്കും എൻവയോൺമെൻറ്റൽ ഡയമെൻഷനിലൂടെ മീൻ ചെയ്യുന്നത് അല്ലേ, ത്രൂ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇനി അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡയമെൻഷൻ നോക്കുകയാണെങ്കിലോ, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സ്ഥാപനങ്ങളാണ് നമ്മുടെ എന്താണ് നാഷൻ്റെ ഒരു എക്കണോമിക് ഗ്രോത്തിന് അല്ലേ. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് ആവശ്യമാണ്. അതുമാത്രമല്ല അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിലാവട്ടെ നല്ല രീതിയിലുള്ള ഇന്നോവേഷൻസ് പോസിറ്റീവായിട്ടുള്ള, അതുപോലെ തന്നെ നല്ല നല്ല ഫിനാൻഷ്യൽ റിസോഴ്സിൻ്റെ യൂസ്. ഇനിയിപ്പോൾ ഈ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും എന്താണ് പീസും ജസ്റ്റിസും അതുപോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലോ ആൻഡ് ഓർഡറും അങ്ങനെ ഉള്ള സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കണം. അതുമാത്രമല്ല ഇപ്പോൾ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നതിലൂടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള സിറ്റീസിനെയും കമ്മ്യൂണിറ്റീസിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അല്ലേ. അങ്ങനെ എന്ത് ചെയ്യാം, ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ഒരു പാർട്ട്നേഴ്സായിട്ട് പല ഇൻസ്റ്റിറ്റ്യൂഷൻസിനും മാറാൻ കഴിയും. അപ്പോൾ അതിലൂടെ എന്താണ് നമ്മുടെ നാഷൻ്റെ ഒരു വളർച്ചയിലാണ് അവർ ഭാഗമാകുന്നത് അല്ലേ, ആ ഒരു കോർപ്പറേഷൻ പാർട്ടിസിപ്പേഷനും അതിലൂടെ എത്തിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയമെൻഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് സ്കോപ്പ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ നമുക്ക് പറയാനുള്ളൂ. ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് യുണൈറ്റഡ് നേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, 17 ഗോൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനു മുൻപ് എന്താണ് SDGsന്റെ മുന്നേ MDGs ഉണ്ട് കേട്ടോ, മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ്. മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുമ്പോൾ 2000 മുതൽ, അതായത് 2000 മുതൽ 2015 വരെ അച്ചീവ് ചെയ്യേണ്ട ഗോൾസ് ആയിരുന്നു മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ്. ദെൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2015 ടു പ്രസന്റ്, അതായത് 2030 വരെ ഒരു 15 വർഷത്തിനുള്ളിൽ അച്ചീവ് ചെയ്യേണ്ട 17 ഗോൾസിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, യുണൈറ്റഡ് നേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 17 ഗോൾസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ഗോൾസ് നോക്കുകയാണെങ്കിൽ actually each goal has a set of targets 169 altogether, and ഇതിൻ്റെ ഒരു 232 subsets ഇതിൻ്റെ
ടോട്ടലായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ 17 ഡെവലപ്മെൻറ്റ് ഗോൾസ് നമ്മൾ ഓൾറെഡി പ്രീവിയസ് ഇയറിൽ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൽ പഠിച്ചതാണ്. എങ്കിലും ഒന്നും കൂടെ നോക്കാം. ദ ഫസ്റ്റ് വൺ, നോ പോവേർട്ടി അല്ലേ, ദെൻ സീറോ ഹങ്കർ, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ദെൻ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വാലിറ്റി, clean water and sanitation, then affordable and clean energy, and 8th വരുന്നത് decent work and economic growth, 9th industry innovation and infrastructure, then reducing inequality, sustainable cities and communities, and 12th വരുന്നത് responsible and consumption and production ആണ്, then climate action, then life below water, life on land, and 16th വരുന്ന peace, justice and strong institutions, and the last partnership for goals അല്ലെ, എല്ലാ രീതിയിലും ഗവൺമെൻറ് ആൻഡ് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എല്ലാവരുടെ ഒരു പാർട്ട്ണർഷിപ്പ് എന്ത് വേണം, ഈ 17 ഗോൾസും അച്ചീവ് ചെയ്യാനുള്ള 16 ഗോൾസ് പറഞ്ഞിട്ട് then ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ എന്ത് വേണം, എല്ലാവരുടെയും ഒരു ഈക്വൽ പാർട്ട്ണർഷിപ്പ് വേണം എന്നുള്ളതാണ് അല്ലേ. ആൻഡ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അച്ചീവ് ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും ഗവൺമെൻറ്, പ്രൈവറ്റ്, സിവിൽ സൊസൈറ്റി എല്ലാവരും ഈച്ച് ആൻഡ് എവറി സിറ്റിസൺസും ഇതിൻ്റെ ഭാഗമാണ് അല്ലേ. നമ്മളെല്ലാവരും കൂടെ കൂടുമ്പോഴാണ്, അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ചിട്ടുള്ള ഒരു പ്രവർത്തനത്തിലാണ് വി ക്യാൻ make sure we leave a better planet for a future generation എന്നുള്ളതാണ് അല്ലെ. ഇപ്പോഴത്തെ കാരണം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു പ്രസന്റ് ജനറേഷനെ നീഡ് മീറ്റ് ചെയ്യുന്നതോടൊപ്പം ഫ്യൂച്ചർ ജനറേഷനെയും കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളാണ് ഇതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതല്ലേ, നമ്മുടെ ഫ്യൂച്ചർ വരുന്ന ജനറേഷനും ജീവിക്കാൻ പറ്റുന്ന ഒരു ബെറ്റർ പ്ലാനറ്റ് ആക്കിയെടുക്കുക എന്നുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. അതിന് വേണ്ടിയിട്ടാണ് 17 ഗോൾസും ഫോക്കസ് ചെയ്യുന്നത്. 2015 to 2030 ആണ് ഇതിൻ്റെ ഒരു പീരിയഡ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഓക്കെ, അതിൽ കമ്പോണൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ കൺസർവേഷൻ ഓഫ് എക്കോസിസ്റ്റം മെയിനായിട്ട് പറയുകയാണെങ്കിൽ 3 എണ്ണമാണ് ഉള്ളത്, എൻവയോൺമെൻറ്റ്, ദെൻ സോഷ്യൽ ആൻഡ് എക്കണോമിക്. ഓക്കെ, ദെൻ ഇതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ദെൻ ഇതിൻ്റെ തന്നെ നമ്മൾ ഒരു ചാപ്റ്റർ തന്നെ നെക്സ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ. അപ്പോൾ നമുക്ക് കമ്പോണൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നോക്കാം. കൺസർവേഷൻ ഓഫ് എക്കോസിസ്റ്റം, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി, കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി, പോപ്പുലേഷൻ കൺട്രോള്, കൺസർവേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, ദെൻ എൻകറേജിങ് സിറ്റിസൺസ് പാർട്ടിസിപ്പേഷൻ, പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ കോർഡിനേഷൻ, കോപ്പറേഷൻ, ഇങ്ങനെയാണ് കമ്പോണൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് വെൻ വി ലുക്ക് ഓൺ ഫീച്ചേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഇത് ലാസ്റ്റ് ടോപ്പിക്കാണ് കേട്ടോ. ഇതിൽ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ എന്ത് വേണം, അതിലുള്ള എത്രത്തോളം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് അതിലുണ്ട്, അതിൽ എത്രത്തോളം അതിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കിയിരിക്കണം അല്ലേ. ദെൻ അതുമാത്രമല്ല ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ റിലീസ് മിനിമൈസ് ഒപ്റ്റിമൽ ലെവലിലായിരിക്കണം. ആൻഡ് അല്ലെങ്കിൽ എന്താണ്, ഗ്ലോബൽ വാർമിംഗ് കൂടും അല്ലെ. ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ത് ചെയ്യും, ടെമ്പറേച്ചറിനെ ട്രാപ്പ് ചെയ്യും. അത് നമ്മുടെ മൊത്തം ഗ്ലോബൽ വാർമിംഗ് ഇൻക്രീസ് ചെയ്യാൻ കാരണമാവും. അത് മാത്രമല്ല എയർ പൊല്യൂഷൻ കൂടും. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ റിലീസ് അതെവിടെ നിന്നാണ്, ഇൻഡസ്ട്രീസിൽ നിന്നും ദെൻ ട്രാൻസ്പോർട്ടിങ് സെക്ഷനിൽ നിന്നൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾ മാക്സിമം മിനിമൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഫീച്ചേഴ്സാണ് കേട്ടോ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് പറയുന്നത് എന്താണ്, എക്കോ ഫ്രണ്ട്ലി പ്രാക്ടീസസ് കൂടുതലായിട്ടും. അത് അപ്പോഴാണ് ഒരു ഗ്രീൻ ആർക്കിടെക്ചർ പോലെയുള്ള. അപ്പോൾ എക്കോ ഫ്രണ്ട്ലി പ്രാക്ടീസസ് ആകുമ്പോൾ എന്താണ്, ഒരു ഫ്യൂച്ചറിനും ഒരു കരുതലാണ് അല്ലേ. അവർക്കും കൂടെ ജീവിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു പ്ലാനറ്റിനെ അവിടെ നമ്മൾ കീപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഫ്യൂച്ചർ ജനറേഷൻ മാത്രമാണോ, അല്ല, നമ്മളടങ്ങുന്ന പ്രസൻറ്റ് ജനറേഷനും അത് ഹെൽപ്ഫുള്ളാണ്. ആൻഡ് ഓരോ പ്രൊജക്ട്സ് കൊണ്ടുവരുമ്പോഴും അല്ലെ, അതിൽ കൂടുതലായിട്ടും റിന്യൂവബിൾ എനർജി സോഴ്സസ് കൂടുതലായിട്ടും യൂസ് ചെയ്യാനും, ലൈക്ക് സണ്ണ്, വിൻഡ്, വാട്ടർ തുടങ്ങിയ കാര്യങ്ങൾ അതിൽ
ഫോക്കസ് ചെയ്യണം അല്ലേ. അങ്ങനെയുള്ള പ്രൊജക്ട്സ് ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. കാരണം നോൺ റിന്യൂവബിൾ എന്ന് പറയുമ്പോൾ എടുത്തു കഴിയുമ്പോൾ തീർന്നു പോകുന്നതാണ്. നോൺ റിന്യൂവബിൾ, റിന്യൂ ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ എന്ത് ചെയ്യണം, റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസ് യൂസ് ചെയ്യുന്ന പ്രൊജക്ട്സ് കൂടുതലായിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അതിനെ കൂടുതലായിട്ടും കൊണ്ടുവരണം. അത് മാത്രമല്ല നാച്ചുറൽ റിസോഴ്സസിനെ അറ്റ് ദ സെയിം ടൈം പ്രിസർവ് ചെയ്യണം അല്ലേ. പ്രിസർവ് ചെയ്യുന്നതോടൊപ്പം നാച്ചുറൽ ഹാബിറ്റാറ്റ്സിനെ, എല്ലാ ഫോം ഓഫ് ലൈഫിനെയും ഒരുപോലെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയും കൺസിഡർ ചെയ്യുകയും വേണം എന്നുള്ളതാണ് അല്ലേ. എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് എർത്ത് എന്ന് പറയുന്നത്, അല്ലാതെ ഹ്യൂമൻ ബീയിങ്സിന് മാത്രമല്ല. അപ്പോൾ എല്ലാ ജീവികളെയും ഫ്ലോറ ആൻഡ് ഫൗണയെ കൺസിഡർ ചെയ്യുന്ന, പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ, പ്രിസർവ് ചെയ്യുന്ന പോലെ ആയിരിക്കണം. അതൊക്കെ നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൽ വരുന്നുണ്ട് കേട്ടോ. ആൻഡ് ഇനി അടുത്തത് ലാസ്റ്റ് വൺ പറയുന്നത് എന്താണ്, ഒരു റിന്യൂവബിൾ ആയിട്ടുള്ള സോഴ്സസ് എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു കൺസെപ്ഷൻ എന്ന് പറയുമ്പോൾ അറ്റ് ദ സെയിം ടൈം അവിടെ അത് ഇൻക്രീസ് ചെയ്യുകയും വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് തന്നെയാണ്. എപ്പോഴും മീനിങ് ആൻഡ് നാച്ചർ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റോ അങ്ങനെയുള്ള രീതിയിലൊക്കെ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് കാണുന്ന, 20 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ച് കാണുന്ന ഒരു യൂണിറ്റുമാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ യൂണിറ്റ്. ഇനി നിങ്ങൾ ഈ ക്ലാസ് കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് വരികയാണെങ്കിൽ യു ക്യാൻ ആസ്ക് ഇൻ group അല്ലെങ്കിൽ you can send private messages and feel free to ask any doubt that related with this unit. So that's all dears, that's all about this unit. So let's wind up the session. അപ്പോൾ ഡൗട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുക,